നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉറവിട മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാണ് ബൊക്കാഷി ബക്കറ്റ് കമ്പോസ്റ്റിംഗ് രീതി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബൊക്കാഷി ബക്കറ്റ് ജനപ്രിയമായി കഴിഞ്ഞു. ഇപ്പോൾ ആലപ്പുഴയിൽ ബൊക്കാഷിയിൽ നിന്നും കിട്ടുന്ന വളം മാത്രം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്ത് കർഷകർ. വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബൊക്കാഷി വളത്തെ പറ്റി അറിഞ്ഞു. അങ്ങനെ ഈ ബൊക്കാഷി വളം ചെയ്താൽ നല്ല ഗുണമുണ്ടെന്നും അങ്ങനെയുള്ള ഒരു അറിവ് കിട്ടിയതുകൊണ്ട് എൻ്റെ വെൺമണി ഉള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ ഈ ചെയ്യുന്ന കണ്ട് ഞാൻ അവിടുന്ന് ശകലം വളം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ചെടികൾക്ക് ഇട്ടു. ചെടികൾക്ക് വളർച്ച കൂടുതലായിട്ട് തോന്നി. അതിൽ നിന്ന് ഞാൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു. കമ്പനിയിൽ നിന്ന് കുറേ വളമൊക്കെ എടുത്ത് ഇപ്പം ഞാൻ ഇത്രയുടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുക. അത് ചെയ്ത് നോക്കിയിട്ട് വളർച്ച കൂടുതലാണ്. എനിക്ക് തോന്നുന്നൊരു 30% വളർച്ച കൂടുതലുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത് കണ്ടിട്ട്. ഇനിയും ബാക്കി കണ്ടത്തില്ല. ഇപ്പം നമ്മൾ പാകിയിരിക്കുകയാണ്. ഇത് പറിച്ച് കണ്ടെത്തി വരുമ്പോൾ കണ്ടത്തിൽ കൂടി ഇത് ചെയ്ത് കൃഷി ചെയ്ത് നോക്കാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ബൊക്കാഷി ബക്കറ്റ് കൊണ്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന വേസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്കിത് വളമാക്കിയെടുത്ത് നമ്മുടെ നെൽകൃഷിക്കോ പച്ചക്കറിക്കോ എന്തിനു വേണേലും ഉപയോഗിക്കാം. വീടുകളിലെ മുഴുവൻ അടുക്കള മാലിന്യങ്ങളെ എളുപ്പത്തിൽ വളമാക്കി മാറ്റാൻ ബൊക്കാഷി ബക്കറ്റിലൂടെ സാധിക്കുമെന്ന് കർഷകർ തന്നെ പറയുന്നു. നമസ്കാരം, എൻ്റെ പേര് എബ്രഹാം എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുരൂർ പഞ്ചായത്ത് 2-ാം വാർഡിൽ ശാന്തിതീരം എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ സെൻ്ററാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിൽ ഞങ്ങളിവിടെ കുറച്ച് വാഴക്കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ ഈ വാഴക്കൃഷിക്ക് ബൊക്കാഷി വളമെന്ന് പറഞ്ഞൊരു വളം അവൈലബിൾ ആയപ്പോൾ ഇവിടുത്തെ മാനേജരച്ഛൻ്റെ അനുവാദത്തോടെ ഈ വാഴയ്ക്കെല്ലാം ഞങ്ങൾ ആ വളം കൃഷി ചെയ്തു. നല്ലൊരു ഗ്രോത്താണ് വാഴയ്ക്ക് വരുന്നത്. ഈ ഒരു പ്രായത്തിൽ പോലും ഇട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ നല്ല ഗ്രോത്ത് വാഴ വളരുന്നുണ്ട്. 4.5 ഏക്കറാണ് മൊത്തം. ഇത് 4.5 ഏക്കറിൽ ഇവിടെ വാഴ മാത്രമാണ്. അപ്പുറത്തുമായിട്ട് ചേനയും ബാക്കിയുള്ള കൃഷികൾ അങ്ങേ സൈഡാണ്. ഞങ്ങൾ അതിലേക്ക് ഇത് പരീക്ഷണാർത്ഥം ഉടനെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീട്ടുകളിലെ വേസ്റ്റുകൾ, വീട്ടിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ്, അതുപോലെ മുട്ടത്തോട്, അങ്ങനെ വരുന്ന വേസ്റ്റുകളാണ് നമ്മളിതിൽ നിക്ഷേപിച്ച് 45 ദിവസം കൊണ്ട് നമുക്കിത് വളമായി എടുക്കുകയും നമുക്കിത് നമ്മുടെ കൃഷികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ചെടികൾക്ക് കൃഷികൾക്ക് എല്ലാം കോമൺ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ജൈവവളമാണ്. വീടുകളിലെ 30 ദിവസത്തെ ജൈവ മാലിന്യങ്ങൾ ബൊക്കാഷി പ്രോസസ്സിലൂടെ ഏക്കറുകൾ കൃഷി ചെയ്യാനുള്ള വളമാക്കി മാറ്റാൻ സാധിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. 20 കുഴിയിലായിട്ട് ബൊക്കാഷി വളം ഉപയോഗിച്ച് മാത്രം വാഴ വെക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതിനുവേണ്ടി എടുത്ത കുഴിയാണ്. ഇപ്പോൾ ഞങ്ങളിന്ന് വളം ഇട്ടിട്ട് 2 ദിവസത്തിനകം വാഴ തൈ വെക്കാനുള്ള തീരുമാനത്തിലാണ്. രാസവളങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന പച്ചക്കറികൾ കഴിക്കുന്ന നമ്മൾക്ക് ബൊക്കാഷി കൃഷിരീതി വളരെ ഉപകാരപ്രദമാണ്.